ഉപസർഗേന ധാത്വർത്ഥോ ബലാദന്യത്ര നിയതേ. ധാതുവിൻ്റെ അർത്ഥം എന്താവും? ഉപസർഗത്തിൻ്റെ കൂടെ ഉപസമീപേ. ഉപ എന്ന് വെച്ചാൽ സമീപേ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാലോ സമീപത്തിലുള്ളായ കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണാണോ? അല്ല, അകക്കണ്ണ് തുറപ്പിക്കുന്നതാണ് ഉപനിഷത്തുകൾ. വേദ ചതുർവേദം ഋഗ് യജു സാമ അഥർവജ്ഞ വേദ ചത്വാര ഉദ്ധൃത. അവിടെ 4 വേദങ്ങളും എങ്ങനെയാണോ ഒരു നിർഗുണമായ അവസ്ഥയെ ചിത്രീകരിക്കുന്നതായ കടൽ, ഒരു കടൽ നിർഗുണമായ ഒന്നിനെ ചിത്രീകരിക്കുമ്പോൾ അതിൽ നിന്നും എടുത്തതായ വേദം. ഭൂമി എവിടുന്നാണ് എടുത്തത്? ഭൂമി സംശയമൊന്നുമില്ല, ഭൂമിയും കടലിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എവിടെയാണ് സമാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതും കടലിൽ തന്നെയാണ്, അല്ലെങ്കിൽ വെള്ളത്തിലാണ്. പ്രഹർഷ ലയം, പ്രളയത്തിലാണ് എല്ലാം അവസാനിക്കുന്നത്. അല്ലെങ്കിൽ അവസാനിക്കുന്നതോ ലോകത്ത് ചൂട് കൂടിയിട്ട് അഗ്നിയെ ആയിക്കൊണ്ട് ചാരമായി തീരും. എല്ലാർത്ഥം, 2 അർത്ഥത്തിലും പ്രളയം പറയാറുണ്ട് പല പുരാണങ്ങളിലും. പ്രധാനമായിട്ട് മാർക്കണ്ഡേയ മഹർഷി അവിടെ മായ, നമ്മളൊക്കെ മായയിൽ പെട്ട് ജീവിക്കുന്നവരാണെന്നർത്ഥം. മായ എന്ന് മുക്തനായ മാർക്കണ്ഡേയ മഹർഷി മായയെ കാണണം എന്ന് പറഞ്ഞു. അവിടെ ആലിലക്കണ്ണനായിട്ട് കടന്ന് മായയെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെയും എന്തോന്ന് മാർക്കണ്ഡേയ മഹർഷിയും നമ്മളും ലോകം മുഴുവനും മാർക്കണ്ഡേയ മഹർഷി അവിടെ കണ്ടു. അപ്പോൾ എല്ലാം ഭഗവാന്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ വേദാന്ത സാരങ്ങളെ വേദാന്ത സാരങ്ങളായിക്കൊണ്ടുള്ളതായ ഓരോന്നിനെയും അഷ്ടാദശ പുരാണങ്ങളിലൂടെയും ഉപനിഷത്തുകളെയും അവതരിപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തന്നെയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ആദ്യകാലത്തെ വേദകാലങ്ങളിലൊക്കെ വേദമൊക്കെ എന്തു പറഞ്ഞു, ഒരു സിമ്പിൾ എന്നുള്ളൊരവസ്ഥയിലല്ല എന്നർത്ഥം. ശരിക്കും പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും ചൊല്ലേണ്ടതും എല്ലാം സിമ്പിൾ ടു ഹാർഡ് ആണ്. അപ്പോൾ സിമ്പിൾ ടു ഹാർഡ് ആവുന്നതായ ഒന്നിലേക്ക് എത്തണമെങ്കിൽ നമുക്കിതൊന്നും പറ്റണില്ല. അതിനായിക്കൊണ്ട് എന്ത് നിർമ്മിച്ചു? പുരാ ഇവ നവം, പുരാണങ്ങൾ നിർമ്മിച്ചു. പുരാണങ്ങളിലുള്ള കഥകളിലല്ല നിൽക്കേണ്ടത് എന്നർത്ഥം. അവൻ്റെ മകൻ്റെ 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 ഇവൻ്റെ മകൻ അവൻ, അവൻ്റെ മകൻ്റെ 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 അവനൻ. അവൻ യുദ്ധത്തിൽ മറ്റവനെ കൊന്നു. എന്ത് കിട്ടി? കുറേ സമയം പോയി കിട്ടി, കുറേ വാക്കുകളും പോയി കിട്ടി. അപ്പോൾ വേദാന്ത സാരങ്ങളെയും ഉപനിഷത്തുക്കളെയും ഒക്കെ നമ്മൾ ഉപനിഷത്തുക്കളോടൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാതിരിക്കാൻ ഒരു രക്ഷയില്ല. മനസ്സിലാക്കാനും പറ്റില്ല, ആകെപ്പാടെ ടെൻഷനായി. ഒരു ടെൻഷനും അടിക്കേണ്ട. പുരാണങ്ങളിലേക്ക് ഒരു ഭാഗവതാദി പുരാണങ്ങളിലേക്ക് ഒരു ദേവി പുരാണത്തിലെ ഒരു ശിവപുരാണത്തിലെ ഒരു സ്കന്ദപുരാണത്തിലേക്ക് ഒരു സിമ്പിൾ ആയിക്കൊണ്ട് കഥകളിലൂടെ നമ്മളെ ഭഗവാനിലേക്ക്, സാത്വിക ഗുണത്തിലേക്ക്, സഗുണ ഉപാസനയിലൂടെ നയിച്ചുകൊണ്ട് യഥാർത്ഥ വേദാന്ത ഉപനിഷത്തുക്കളുടെ സാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലാതെ ആദ്യം ഹാർഡ് ആയത് നമുക്ക് പറ്റുമോ? പറ്റില്ല. നമ്മൾ കൊച്ചുകൾക്ക് ചോറ് കൊടുക്കുന്നതോ വളരെ ലളിതമായിട്ട് നല്ലോണം ചോറ് ഉടച്ച് പഴമൊക്കെ കൂട്ടി ചോറ് കൊടുക്കുന്നു. അല്ലാണ്ട് ആദ്യം തന്നെ ഈ കോളിഫ്ലവറും അതുമൊക്കെ ഉപ്പേരിയൊക്കെയാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഹാർഡായ അല്ല കൊടുക്കുന്നത്. ആദ്യം പ്രകൃതിയുടെ തന്നെ വരദാനമായ അമ്മയുടെ മുലപ്പാൽ കുടിച്ചതിന് ശേഷം പിന്നെ കുറുക്ക് കൊടുക്കും, പിന്നെ ഓരോ സാധനങ്ങൾ കൊടുക്കും. കുറേശ്ശെ കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ല ആദ്യം തന്നെ ഇത്രയും കട്ടിയുള്ള സാധനങ്ങൾ കൊടുത്താൽ കൊച്ചു ചത്തുപോകും. അപ്പോൾ വേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, ഏറ്റവും ലളിതമായ രീതിയിലുള്ളതായ ഓരോന്നും അവതരിപ്പിച്ച് ഹാർഡിലേക്ക് എത്തുമ്പോൾ മാത്രമേ തത്വം അസി, തത്വജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. തത്വജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് സംശയമൊന്നുമില്ല, ഏറ്റവും എളുപ്പമാർഗം കലോ തത് ഹരികീർത്തന, നിരന്തരമായ നാമം ജപിക്കുക. ഹരിതി പാപാനി, പാപങ്ങൾ ഹരിക്കുന്ന ആരെയും നമുക്ക് പറയാം. എന്നെ പറയാം, ഞാൻ പാപങ്ങൾ ഹരിക്കാൻ ആൾക്കാർക്ക് തെളിവുണ്ട്, അതുകൊണ്ട് ഞാനും ഹരി എന്ന് പറയാം. അതുപോലെ തന്നെ ഈശ്വരന്മാരെ ഹരി എന്ന് പറയാം, സിംഹത്തെ ഹരി എന്ന് പറയാം, നരസിംഹമൂർത്തിയെ ഹരി എന്ന് പറയാം. അപ്പോൾ ഈ ഇരിക്കുന്നതായ കാലാവസ്ഥകളെ മാറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിരന്തരമായ ഉപാസന വേണം. ഇനി ഇതല്ല, എനിക്കൊന്നും പറ്റില്ല, വേണ്ട, എനിക്കൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു പോയിന്റിലേക്ക് നോക്കിക്കൊണ്ട് അതെ ഞങ്ങളുടെ രീതി അങ്ങനെയാണ്, അതുമതി, അത് ഈശ്വരനായിട്ട് കാണുക.
അപ്പോൾ പ്രതിബിംബ ഭാവങ്ങളാണെല്ലാം. ഏത് വികാരത്തോടുകൂടി ഈശ്വരനെ സമീപിക്കുന്നോ, ഏത് വികാരത്തോട്, അത് ജൈനന്മാരായാലും ബുദ്ധനായാലും ആരായാലും എന്തായാലും ഓരോരുത്ത ചൈതന്യത്തെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ, അല്ലാതെ കാമ്യത്തിനല്ല ഈശ്വരൻ. 10 രൂപയ്ക്ക് പുഷ്പാഞ്ജലി കഴിച്ചാൽ 100 രൂപ അതിൻ്റെ മെച്ചം കിട്ടണം എന്നുള്ള രീതിയിലല്ല, ഒന്നിനുമല്ലാതെ എപ്പോഴോ തോന്നുന്ന ഇഷ്ടം. അത് ഭഗവാനോടാവുമ്പോൾ അവിടെ ഒന്നിനുമല്ലാതെ ഒരു പണ്ടപ്പരപ്പും പരാതിയും പറയേണ്ട ആവശ്യമില്ല. യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി വിനശന്തി പ്രദക്ഷിണ പദേ പദേ. പ്രദക്ഷിണം വെച്ചുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും പ്രദക്ഷിണം വയ്ക്കാം. ഒരെണ്ണം വെച്ചോളൂ, എനിക്ക് 2 വയ്ക്കാൻ പറ്റും, ഇനി 12 36. അല്ലാതെ അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭഗവാന് ഫാക്സ് അടച്ചിട്ടോ ഒരു ഫലവുമില്ല. ഒരു അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണോ കാത്തിരിക്കുന്നതായ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകനെ കാണണം, അല്ലാണ്ട് അവിടെ കൊണ്ടുപോകുമ്പോൾ ഡ്രസ്സൊന്നും കൊടുക്കണമെന്നില്ല. ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിതൃവിന് മക്കളെ കാണാൻ എങ്ങനെയാണോ ഒരാഗ്രഹം, അതുപോലെ തന്നെയാണ് ഈശ്വരന്മാർ. നമുക്കൊക്കെ ജന്മം തന്നത് ഈശ്വരന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ചൈതന്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു ഫാക്സ് അയച്ചിട്ടോ ഒരു ഗൂഗിൾ പേ ചെയ്തിട്ടോ ഒരാളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അവിടെ വരണം. അവിടെ വരാണ്ട് ഇനി അതിന് ചിലർ കൈക്കൂലി കൊടുക്കും. ഇപ്പം 20 രൂപ, 4 മാസം കഴിഞ്ഞ് വന്നു അതിന് 20 രൂപ ഭണ്ണാരത്തിലേക്ക് കിട്ടും. ഒരു കാര്യമില്ല. കാര്യമുണ്ട് കേട്ടോ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ബാക്കി എണ്ണയൊക്കെ മേടിക്കാൻ പ്രൈവറ്റ് ആയാലും ദേവസ്വം പോലെ അതിന് പ്രയോജനം. ഇഷ്ടം പോലെ ഭണ്ണാരത്തിൽ കൊണ്ടുവിട്ടു കേട്ടോ, ഇഷ്ടം പോലെ അവനവന് ഇഷ്ടം പോലെ കൊടുത്താലേ കിട്ടുള്ളൂ. അത് വസ്ത്രമായാലും ഒരു വാക്കായാലും ഒരു പെൻസിലായാൽ പോലും. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ഓരോ പരീക്ഷകളൊക്കെ നടക്കുന്നു, കഴിവുള്ളവർ കൊടുക്കുക. ഒരു 10 പെൻസിൽ മേടിച്ചു കൊടുക്കൂ, തിരിച്ച് 100 പെൻസിലിൻ്റെ ഫലം നമുക്ക് കിട്ടും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹിന്ദുക്കളുടെ മാത്രമല്ല കേട്ടോ, ബാക്കി എന്തായാലും ഖുറാനായാലും എന്തായാലും. അപ്പോൾ ഈശ്വരനെ സ്നേഹിക്കാനുള്ളതായ പുസ്തകങ്ങൾ വായിക്കുക. വായന മരിക്കരുത്, ധാരാളം വായിക്കുക. എന്ത് കിട്ടിയാലും വായിക്കുക. എന്ത് കിട്ടിയാലും വായിക്കുമ്പോൾ എന്താ ഗുണം? എന്ത് കിട്ടിയാലും വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ലത് മാത്രം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അതിന് മനസ്സുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തിയെ പിടിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്തതും കൂടി നമ്മൾ സ്വീകരിക്കും. അപ്പോൾ എന്ത് വായിച്ചാലും വേണ്ടത് മാത്രം സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ, എന്ത് കണ്ടാലും വേണ്ടത് മാത്രം സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ, എന്ത് കേട്ടാലും നല്ലത് മാത്രം കേൾക്കാനും, കേട്ടത് നല്ലതല്ലെങ്കിൽ പോലും അതിനെ നല്ലതാക്കാനും സാധിക്കണമെങ്കിൽ നിരന്തരമായ സിമ്പിൾ ടു ഹാർഡ്, ലളിതത്തിൽ നിന്നും യഥാർത്ഥ തത്വത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ യോഗയിലേക്ക് എന്തായാലും ഒന്ന് തന്നെ എത്തിച്ചേരാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നിരന്തരമായ ഉപാസന നടക്കട്ടെ, നിരന്തരമായ ഈശ്വര പ്രാർത്ഥന നടക്കുക. ലോകത്തിലെ അന്തരീക്ഷങ്ങൾ, മഴ മുതലായൊക്കെ എല്ലാവർക്കും നന്മ വരാനായിക്കൊണ്ട് നല്ല മഴ എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല വെയിൽ എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല മഞ്ഞ് എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല ചൂട് എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല തണുപ്പ് എന്ന് പറയാൻ സാധിക്കട്ടെ. എല്ലാവരുടെയും പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് തലപ്പുഞ്ച മഹാദേവൻ്റെ പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ്.